ഹായ് നമസ്കാരം. പാലിൻ ജോസ് പെരേരയാണ്. അപ്പോൾ ആട് 3 കണ്ടു. ഗംഭീര റെസ്പോൺസാണ്. തിയേറ്ററിൽ ഹൗസ്ഫുള്ളാണ്. ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോൾ സിനിമയെ പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വേദികയുടെ ഡാൻസ് ഉണ്ട്. നമ്മുടെ വേദിക നമ്മുടെ ശൃംഗാരവേലനിലും നമ്മുടെ ജെയിംസ് ആൻഡ് ആലീസിലെ നായികയാണ് വേദികയുടെ ഐറ്റം ഡാൻസും ഗംഭീരമാണ്. പിന്നെ വിനായകൻ ചേട്ടൻ്റെ ഡൂഡ് കഥാപാത്രം ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അടുത്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യങ്ങളും മിഥുൻ മാനുവൽ നല്ല സ്റ്റോറി മെയിൻഡറാണ്. നല്ല രീതിയിൽ സ്റ്റോറി ഉണ്ട്. പിന്നെ ഷാജി പാപ്പൻ അങ്ങനെ തന്നെ ഉണ്ട്, ആ ഒരു വിങ്ങേഴ്സ് മുക്ക്. അപ്പോൾ എന്തായാലും നല്ലൊരു മൂവി തന്നെയാണ് ആട് 3. ഷാജി പാപ്പൻ്റെ 3ാം വരെ പ്രേഷർ ഏറ്റെടുത്ത് കഴിഞ്ഞു. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. സാത്താൻ സേവിയറും നമ്മുടെ ഷാജി പാപ്പനും തമ്മിലുള്ള മാസരംഗങ്ങളും ഷാജി പാപ്പൻ്റെ BGMഉം എല്ലാം കൊണ്ടും തന്നെ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളും പിന്നെ അറക്കൽ അബുവായിട്ട് നമ്മുടെ സൈജു കുറുപ്പ് നമ്മുടെ നോബിച്ചേട്ടൻ്റെ കഥാപാത്രം ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ഷർബത്ത് ഷമീറായിട്ട് നമ്മുടെ വിജയബാബു സാർ തന്നെയാണ് പ്രൊഡ്യൂസർ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഗംഭീര റോളാണ്. എന്തായാലും എല്ലാ നടന്മാരും ഓരോ റോളുകളും അവരുടെ ഭദ്രമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നീ ഈ ഒരു മാർച്ച് 19 ഈ പറയുന്ന വിജയബാബുവും ടീമും കൊണ്ടുപോയി തന്നെ പറയാം. കാരണം ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഞാൻ എല്ലാ പടങ്ങളും തിയേറ്ററിൽ പോയി തന്നെ കാണുന്നൊരു പ്രേക്ഷകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സീരീസ് തുടങ്ങി ഞാൻ കാണുന്നതാണ്. എന്തായാലും ഈ ആട് 3 എന്ന സിനിമ നിങ്ങൾ പ്രേക്ഷകർ ഹിറ്റാക്കുക. ഇന്ന് റിലീസായിരിക്കുകയാണ്. പ്രേക്ഷകരെ നിങ്ങളാണ് മാർക്ക് ഇടേണ്ടത്. അപ്പോൾ എന്തായാലും എൻ്റെ മാർക്ക് 5ൽ 4.9 ഔട്ട് ഓഫ് 5. അപ്പോൾ എന്താ പറയുക, തമാശയുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഒരുപാട് അമ്മ വേഷവും അനിയത്തി വേഷവും പിന്നെ കാമുകി വേഷമൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അഭിനയിച്ച് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ ശ്രിൻഡയുടെ റോള് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഒരു ത്രില്ലർ ഹിസ്റ്ററി കാണിക്കുമ്പോൾ എന്തായാലും വിനായകൻ ചേട്ടൻ്റെ സീക്വൻസ് ആ ഒരു എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള റോള് 2 എണ്ണമുണ്ട്. പിന്നെ ഇന്ദ്രൻസേൻ്റെ കഥാപാത്രമുണ്ട്. എല്ലാം കൊണ്ടും തന്നെ ഈ ഒരു പടം വർക്കാണ്. പേര് വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. കാരണം ബിനിയോടി മാലിച്ചേട്ടൻ്റെയൊക്കെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. പോലീസ് കഥാപാത്രങ്ങളെല്ലാം വർക്കായിട്ടുണ്ട്. പിന്നെ നെൽസൺ ചേട്ടൻ, അങ്ങനെ ഒരുപാട് താരനിര അഭിനയിച്ചൊരു സിനിമയാണ്. പിന്നെ ഫുക്രു എന്ന നടൻ്റെ ഒരു പെർഫോമൻസും ഈ പടത്തിൽ എടുത്തു വരാനാണ്. അത്യാവശ്യം പുതിയ ഗ്യാങ്ങിലേക്ക് ഫുക്രു വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ബക്കത്ത് മാനുവലിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിയാണ് വർക്കിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മാർച്ച് 19 നിങ്ങൾ കാണേണ്ട സിനിമയാണ്. ഈ മാർച്ച് മാസം നിങ്ങൾ ആട് 3 പോയി കാണുക. ടിക്കറ്റ് എടുക്കുക, കാണുക, സപ്പോർട്ട് ചെയ്യാൻ. നല്ലൊരു കോമഡിയാണ്, മസ്റ്റ് വാച്ചാണ്. നിങ്ങൾ ടിക്കറ്റ് എടുക്കാണ്ടിരിക്കരുത്. നിങ്ങളുടെ ഓരോ ടിക്കറ്റും ഇനി ആട് 3ക്ക് വേണ്ടി മാറ്റി വെക്കുക. താങ്ക് യു. അപ്പോൾ ഇത് പണക്കാരെന്നില്ല, പാവപ്പെട്ടവരെന്നില്ല, ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ പ്രായമായവർക്ക് വർക്കാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക് വർക്കാൻ പറ്റുന്ന ഗംഭീര സിനിമയാണ്. താങ്ക് യു.